ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം നമ്മൾ അറിയാതെ ഒരു ചെറിയൊരു സംഗതി നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇത് കാരണം നമ്മുടെ ഡാറ്റകൾ മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോകാനും അതുപോലെ തന്നെ പല അനാവശ്യ പരസ്യങ്ങളും നമ്മുടെ അടുത്ത് വരാനും അതിന്റെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും പോകാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രഹസ്യ സെറ്റിംഗ്സ് ഒന്ന് കയറിയിട്ട് അതെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുക. അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുവഴി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ എന്താണ് ആ ടോപ്പിക് എന്ന് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വലിയൊരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഫോണില് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റിംഗ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ പല ഡാറ്റകള് കാര്യങ്ങളൊക്കെ മറ്റുള്ള തേർഡ് പാർട്ടിക്കാർക്ക് നമ്മുടെ ഗൂഗിൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നിരവധി ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ മെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മെയിൽ ഐ ഡിയുടെ തൊട്ട് കണ്ടില്ലേ മെയിൽ ഐ ഡി ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കണ്ടു അല്ലെ. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്ക് ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ. ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിനെ താഴെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി സബ് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചുള്ള കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആവാനുള്ള ഒരു കാരണം ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ആ ഹെഡിങ് തന്നെ പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ. ഇവിടെ നമുക്ക് ഇത്രയും ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ ഡാറ്റകൾ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങള് ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ അതർ കണ്ടില്ലേ ഇതിന്റെ താഴെയായിട്ട് രണ്ട് എക്സ്റ്റേണൽ മീഡിയയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈസ് കോൺടാക്ട്സിന്റെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ താഴെ വായിച്ചു നോക്കിയാൽ തന്നെ പറയുന്നുണ്ട് ഗൂഗിൾ ആപ്സ് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിന് അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് പെർഫോമൻസ് കൂട്ടാനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന മാപ്സിലേക്ക് ജിമെയില് ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവര് നമ്മളെ ഫോണിൽ നിന്ന് ചോർത്തിയിട്ട് തേർഡ് പാർട്ടിക്ക് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസ് കോൺടാക്ട്സ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ മീഡിയ ഇതുപോലുള്ള എനേബിൾ ആയി കിടക്കുന്ന കാര്യങ്ങളല്ല. ഇത് ഏത് വഴിയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ഓൺ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റകള് കാര്യങ്ങൾ മുഴുവൻ മറ്റുള്ള തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അവർ പറയുന്നത് നമ്മുടെ സെർച്ച് ഓപ്ഷൻ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.